ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 1000 രൂപയുടെ താഴെ കണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബിസിനസ് ഐഡിയകളാണ്. ആദ്യത്തേതാണ് നമുക്ക് ഫാബ്രിക് ആക്സസറീസ് അല്ലെങ്കിൽ ഓർണമെന്റ്സ്. ഇത് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് ഓൺലൈൻ ത്രൂ സെയിൽ ചെയ്യാം. അതായത് നമുക്ക് ഓർണമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇയറിങ്സ്, പെൻഡന്റ് അങ്ങനെയുള്ളതാണ്. അത് നമുക്ക് റിസൈൻ ആർട്ട്, അതുപോലെ തന്നെ ക്ലേ, പേപ്പർ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. യൂട്യൂബിൽ ഇത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം പോലെ വീഡിയോസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പഠിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ ഫാബ്രിക് ആക്സസറീസ് എന്ന് പറയുമ്പോൾ ഹെയർ ബാൻഡ്, ബൺ, ഈ ബോ, ഡ്രസ് വെക്കുന്ന ബോ, അതൊക്കെ ചെയ്ത് നമുക്ക് ഓൺലൈൻ ത്രൂ സെയിൽ ചെയ്യാം. ഇത് നമുക്ക് ഏറ്റവും ആവശ്യം ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ അത്യാവശ്യം ഫോളോവേഴ്സിനെ നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഡെയിലി ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തായാലും ഒരു അത്യാവശ്യം നല്ല ഫോളോവേഴ്സിന് കിട്ടും. അപ്പൊ അവർക്ക് അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഓർഡർ വരാൻ ചാൻസ് പോകും. അപ്പൊ നമ്മൾ കീപ്പായിട്ട് നല്ല ക്ഷമയോട് കൂടി ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ഓർഡേഴ്സ് വരും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് ഓർണമെന്റ്സ് ഇല്ലെങ്കിൽ ഫാബ്രിക് ആക്സസറീസ് ഉണ്ടാക്കി കൊടുക്കുക. കിഡ്സിന്റെ ടോയ്സ്, ഈ കുഞ്ഞു ടോയ്സ് ഒക്കെ നിങ്ങൾ ഇന്ത്യ മാർട്ട് പോലത്തെ ആപ്പിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹോൾസെയിൽ ഡീലേഴ്സിനെ ഈ കുഞ്ഞു ടോയ്സ് ഒക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അപ്പൊ അവരിൽ നിന്ന് കുറച്ച് കുഞ്ഞു ടോയ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒരു 10 രൂപ, 15 രൂപയുടെ ടോയ്സ് ഒരെണ്ണത്തിന്, ഒരു പീസിന്റെ റേറ്റ് ആണ് ഇവിടെ പറയുന്നത്, കളക്ട് ചെയ്തിട്ട് നമ്മൾ ഏകദേശം 40 രൂപയ്ക്ക് ഒരു ടോയ്സ് 40 രൂപയ്ക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ ഒരു ദിവസം 40 രൂപയുടെ 10 ടോയ്സ് വിൽക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 400 രൂപ കിട്ടും. ഈസി ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. കുഞ്ഞു കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ടോയ്സ് ഒക്കെ സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ദിവസം നമ്മൾ 10 എണ്ണം വിൽക്കുകയാണെങ്കിൽ നമുക്ക് 400 രൂപ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു മാസം ചെയ്യുകയാണെങ്കിൽ നമുക്ക് 12,000, 15,000 രൂപയുടെ താഴെ തന്നെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റഗ്രാം ത്രൂ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ത്രൂ, എങ്ങനെയായാലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ പരമാവധി ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഓർഡേഴ്സ് വരാനും ഡെയിലി 10 എണ്ണല്ല 100 എണ്ണം വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ നമ്മുടെ ഐഡിയാണ് ഹോൾസെയിൽ ആയിട്ട് നമ്മൾ ടോയ്സ്, കിഡ്സിന്റെ ടോയ്സ് മേടിച്ചിട്ട് റീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത്. മൂന്നാമത്തെ നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പ്രൊഡക്റ്റ് മേടിച്ച് നമ്മുടെ കയ്യിൽ വെക്കുന്നില്ല. നമ്മളൊരു ഏത് പ്രോഡക്റ്റ് ആണ് മാർക്കറ്റ് നന്നായി അനലൈസ് ചെയ്തിട്ട്, അതായത് ഏത് പ്രോഡക്റ്റ് ആണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമെന്ന് നന്നായി അനലൈസ് ചെയ്തിട്ട് അത് കിട്ടുന്ന ഒരു ഹോൾസെയിൽ ഡീലറെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക. ആ ഹോൾസെയിൽ ഡീലറായിട്ട് സംസാരിച്ചിട്ട് ആ ആളുടെ നമുക്ക് ഏകദേശം ഒരു 40 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപയ്ക്ക് ആള് നമുക്ക് ആ പ്രോഡക്റ്റ് തരുമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ ലാഭം കൂടി കൂട്ടിയിട്ട്, നമ്മുടെ പ്രോഫിറ്റ് കൂടി കൂട്ടിയിട്ട് ഏകദേശം 50 രൂപയ്ക്ക് തരുന്ന പ്രോഡക്റ്റ് 80 രൂപയ്ക്ക് സെയിൽ ചെയ്യാന്നുള്ള രീതിയിൽ ആ പ്രോഡക്റ്റിന്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി കൊടുക്കുക. വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാത്തിലും പബ്ലിസിറ്റി കൊടുക്കുക. അതിനുശേഷം ആ ഓർഡേഴ്സ് എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ഹോൾസെയിൽ ഡീലറായ പ്രോഡക്റ്റ് മേടിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രോഡക്റ്റ് മേടിച്ച് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നില്ല. നമ്മളൊരു ഹോൾസെയിൽ ഡീലറെ കണ്ടെത്തി അവരുടെ അടുത്ത് പറയാ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങൾ ഞങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങൾ മേടിക്കുള്ളൂ എന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തതിന് ശേഷം മാത്രം ഓർഡേഴ്സ് എടുത്ത് നമ്മൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് മേടിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുക. ഈ രീതി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ലോസും വരില്ല, 1 രൂപ പോലും നഷ്ടമില്ല. കാരണം നമുക്ക് ഈസി ആയിട്ട് ആൾക്കാരിൽ 1 രൂപ പോലും നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ എന്നാൽ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള രീതിയിലും ആൾക്കാരിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയകളെല്ലാം യൂട്ടിലൈസ് ആയെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ